ഹേ ഗായ്സ്, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് അട്ടപ്പാടിയിലേക്ക് പോവാണ്. അപ്പോൾ KSRTCയിലാണ് പോണത്. ഒറ്റയ്ക്കാണ് പോണത്. അതുകൊണ്ട് തന്നെ സ്വയം വൈബടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഞാൻ അട്ടപ്പാടിക്ക് പോയി. അപ്പോൾ KSRTC കയറി ഇറങ്ങിയിട്ടാണ് ഞാൻ അട്ടപ്പാടി എത്തിയത്. അപ്പോൾ എല്ലാ സീറ്റിൻ്റെയും ഫ്രണ്ട് സീറ്റിലാണ് ഞാൻ ഇരുന്നത്, ഫസ്റ്റ് സിംഗിൾ സീറ്റിൽ. അതുകൊണ്ട് തന്നെ എല്ലാ വ്യൂ എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ അങ്ങനെ ചേച്ചി ചെറിയ പാലം കൊണ്ടാക്കി. അവിടുന്ന് ഞാൻ തൃശ്ശൂർക്ക് ബസ് കയറി. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് നിന്ന് മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി. ഇത്രയും ബസ് കയറിയിട്ടാണ് ഞാൻ അട്ടപ്പാടിയിലേക്ക് എത്തണത്. ഞാനത് മണ്ണാർക്കാട് എത്തി. അപ്പോൾ മണ്ണാർക്കാട് നിന്ന് എത്തി കുറച്ച് വെള്ളം അതുപോലെ തന്നെ കഴിക്കാനുള്ളതൊക്കെ വാങ്ങി ഞാൻ അങ്ങനെ അട്ടപ്പാടി ബസ് കയറി. ഇതാണ് അട്ടപ്പാടി ചുരം. അപ്പോൾ ആ ഒരു സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായി, കോട ഉണ്ടായി, തണുപ്പും ഉണ്ടായി. അപ്പോൾ എല്ലാ വ്യൂവും ഫ്രണ്ട് സീറ്റ് ആയതുകൊണ്ട് കാണാം. അങ്ങനെ ആ ഒരു ഇതൊക്കെ കണ്ട് അങ്ങനെ അട്ടപ്പാടിക്ക് പോയിട്ടാ. അങ്ങനെ വീടൊക്കെ എത്തി. വീടിൻ്റെ പുറത്തത്തെ ആ ഒരു വ്യൂ ആണിത്. ഇഷ്ടംപോലെ മലകളും ആ ഒരു മഴവിലൊക്കെ ഉണ്ടായി. നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ. അങ്ങനെ ഉണ്ണിയും ചെറിയമ്മയും സാന്ദ്രയും ചെറിയച്ഛനൊക്കെ കൂടി എല്ലാവരും കൂടെ ഉണ്ടായി. അങ്ങനെ ഞങ്ങളൊരു ദിവസം പുഴയിൽ കുളിക്കാൻ പോയി, ഞാനും സാന്ദ്രയും ചെറിയമ്മയും. അങ്ങനെ കുറേ നേരം അവിടെ തന്നെയായിരുന്നു. അങ്ങനെ കുളിച്ച് ആ ഒരു വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇത് ചെറിയച്ഛന് കിട്ടിയ ട്രോഫികളാണ്. ചെറിയച്ഛൻ ഒരു നാടൻപാട്ട് കലാകാരനാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ നേരം അമ്മാമ്മ അമ്പലത്തിൽ കയറി. ഞാൻ അമ്മാമ്മേനെ വെയിറ്റ് ചെയ്ത് ഞാൻ പുറത്ത് വന്നു. അമ്മാമ്മയ്ക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായി. അങ്ങനെ വാങ്ങിയൊക്കെ തന്ന് ഞാൻ എൻ്റെ KSRTC ബസ്സിൽ കയറി ഗൈസ്. ലാസ്റ്റ് ചേച്ചിനെ കൊണ്ടുവരാൻ വന്നു. ഭയങ്കര ക്ഷീണമുണ്ടായി. വീട്ടിൽ പോയിട്ട് ഒരേ ഉറക്കം. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.